എന്താണ് ഭാജ്യസംഖ്യ? ഇംഗ്ലീഷ് മീഡിയക്കാർക്ക് കോമ്പോസിറ്റ് നമ്പർ. അഭാജ്യസംഖ്യ പ്രൈം നമ്പർ. ഇതെന്താണെന്ന് നമുക്ക് പഠിക്കാം. വളരെ നന്നായി നിങ്ങൾ മക്കളെ പഠിക്കണം. ഭാജ്യസംഖ്യയും അഭാജ്യസംഖ്യയും. അഭാജ്യസംഖ്യക്ക് പ്രൈം നമ്പർ എന്നും അഭാജ്യം അഭാജ്യസംഖ്യക്ക് പ്രൈം നമ്പർ എന്നും ഭാജ്യസംഖ്യക്ക് കോമ്പോസിറ്റ് നമ്പർ എന്നും പറയും. അപ്പോൾ അഭാജ്യസംഖ്യ എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് മീഡിയക്കാർക്ക് പ്രൈം നമ്പറാണ്. ഭാജ്യസംഖ്യ എന്ന് പറഞ്ഞാൽ കോമ്പോസിറ്റ് നമ്പറാണ്. ഇനി എന്താണ് ഈ അഭാജ്യസംഖ്യ, എന്താണ് ഭാജ്യസംഖ്യ എന്ന് നോക്കാം. ഇപ്പോൾ 1 മുതൽ 1, 2, 3, 4, 5, 6, 7, 8 ഈ സംഖ്യയുടെയൊക്കെ ഘടകങ്ങൾ എഴുതിയാൽ 1ന്റെ ഘടകം 1 മാത്രം, 2ന്റെ ഘടകം 1ഉം 2ഉം, 3ന്റെ ഘടകം 1ഉം 3ഉം, 4ന്റെ ഘടകം 1, 2, 4, 5ന്റെ ഘടകം 1, 5, 6ന്റെ ഘടകം 1, 2, 3, 6, 7ന്റെ ഘടകം 1, 7, 8ന്റെ ഘടകം 1, 2, 4, 8. ഇപ്പോൾ നമ്മൾ സംഖ്യകളുടെ ഘടകങ്ങൾ പരിശോധിച്ചാൽ ചില സംഖ്യയ്ക്ക് 2 ഘടകം മാത്രമേ ഉള്ളൂ. ചില സംഖ്യയ്ക്ക് 2 ഘടകം മാത്രമേ ഉള്ളൂ. ചില സംഖ്യയ്ക്ക് 2 ഘടകം മാത്രമേ ഉള്ളൂ. എന്നാൽ ചില സംഖ്യകൾക്ക് 2ലധികം ഘടകങ്ങളുണ്ട്. ചിലപ്പോൾ 3 ആകാം, 4 ആകാം, 5 ആകാം, 10 ആകാം, 100 ആകാം, 2ലധികമുണ്ട്. 2 ഘടകം മാത്രമുള്ള സംഖ്യകളുടെ പേരാണ് പ്രൈം നമ്പർ, അഭാജ്യസംഖ്യ. അപ്പോൾ അഭാജ്യസംഖ്യ എന്താണെന്ന് നിങ്ങളോട് ആരെങ്കിലും ചോദിച്ചാൽ നിങ്ങൾ പറയേണ്ട ഉത്തരം 2 ഘടകം 2 ഫാക്ടേഴ്സ് മാത്രമുള്ള സംഖ്യകളാണ് പ്രൈം നമ്പർ, അഭാജ്യസംഖ്യ. 2ലധികം, അത് 3ആവാം, 4ആവാം, 5ആവാം, എത്രയൊന്നും നോക്കണ്ട. 2ൽ കൂടുതൽ ഘടകങ്ങൾ ഉണ്ടോ അത് ഭാജ്യസംഖ്യയാണ്, കോമ്പോസിറ്റ് നമ്പറാണ്. എന്നാൽ 1ലേക്ക് നോക്കിയാൽ അതിന് 1 ഘടകം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഈ 2 കൂട്ടങ്ങളിലും 1നെ പെടുത്തിയിട്ടില്ല. ഭാജ്യസംഖ്യ എന്ന കൂട്ടത്തിൽ 1നെ പെടുത്തിയിട്ടില്ല, അഭാജ്യസംഖ്യ എന്ന കൂട്ടത്തിൽ 1നെ പെടുത്തിയിട്ടില്ല. കാരണം 1ന് 1 ഘടകം മാത്രമേ ഉള്ളൂ. 1 ഘടകം മാത്രമുള്ള ഒരേ ഒരു സംഖ്യ മാത്രമേ ഈ ലോകത്തുള്ളൂ. അത് 1ആണ്. 1 ഭാജ്യവുമല്ല അഭാജ്യവുമല്ല. ഒരു കൊല്ലം നവോദയ പരീക്ഷയ്ക്ക് ചോദിച്ചിരുന്നു, ഭാജ്യമോ അഭാജ്യമോ അല്ലാത്ത ഒരു സംഖ്യ ഏത്? ഉത്തര ഓപ്ഷനിൽ 1 ഉണ്ടായിരുന്നു. 1ആണ് എഴുതേണ്ടത്. മനസ്സിലായോ? അപ്പൊ എന്താണ് ഭാജ്യം, എന്താണ് അഭാജ്യം? ഭാജ്യവും അഭാജ്യവുമല്ലാത്ത ഒരേ ഒരു സംഖ്യ ഏതാണ്? മനസ്സിലായില്ലേ? അഭാജ്യം 2 ഘടകം മാത്രം, ഭാജ്യം 2ൽ അധികം ഘടകങ്ങൾ. 1 ഭാജ്യമോ അഭാജ്യമോ അല്ല. നമുക്ക് തന്നിരിക്കുന്ന ഒരു സംഖ്യ ഭാജ്യമാണോ അഭാജ്യമാണോ എന്ന് നോക്കാനുള്ള ഒരു മാർഗം ഞാൻ പറഞ്ഞുതരാം. 12 എന്ന സംഖ്യ ഭാജ്യമാണോ അഭാജ്യമാണോ എന്ന് ആരെങ്കിലും ചോദിച്ചാൽ, 12 ഒരു ഇരട്ട സംഖ്യയാണ്, ഒരു ഈവൻ നമ്പറാണ്. അതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റിയ സംഖ്യകളെല്ലാം ഭാജ്യസംഖ്യകളാണ്. അപ്പോൾ ഇരട്ട സംഖ്യകളെല്ലാം ഭാജ്യസംഖ്യകളാണ്. എന്നാൽ അതിനൊരു കുഴപ്പമുണ്ട്. അതിൽ പെടാത്ത ഒരു സംഖ്യയുണ്ട്, അത് 2ആണ്. 2 ഇരട്ട സംഖ്യയാണെങ്കിലും ഇത് അഭാജ്യമാണ്. ഇതിന് 1, 2 എന്ന 2 ഘടകങ്ങളേ ഉള്ളൂ. അപ്പോൾ ഇരട്ട സംഖ്യകളെല്ലാം ഭാജ്യസംഖ്യകളാണ് എന്ന് പറഞ്ഞാൽ പ്രത്യേകം ഓർക്കണം, 2 മാത്രം അഭാജ്യമാണ്. അപ്പോൾ ഒരു ചെറിയ ചോദ്യം ചോദിക്കാം നിങ്ങളോട്. അഭാജ്യ സംഖ്യകളിൽ പെടുന്ന ഇരട്ട സംഖ്യകൾ ഉണ്ടോ? ഉണ്ടെങ്കിൽ ഏത്? എന്താ ഉത്തരം പറയുക? അഭാജ്യ സംഖ്യയിൽ പെടുന്ന ഒരേ ഒരു ഇരട്ട സംഖ്യ ഉണ്ട്, അത് 2ആണ്. അപ്പോൾ നമ്മളൊരു സംഖ്യ
10, 11, 12, 13, 14, 15. ഇതിൽ ഭാജ്യസംഖ്യകളെയും അഭാജ്യസംഖ്യകളെയും കണ്ടുപിടിക്കാൻ പറഞ്ഞു. ആദ്യം നമുക്ക് ഭാജ്യം കണ്ടുപിടിക്കാം. ഇരട്ട സംഖ്യ ഭാജ്യം, ഇരട്ട സംഖ്യ ഭാജ്യം, ഇരട്ട സംഖ്യ ഭാജ്യം. ഇപ്പോൾ ഭാജ്യങ്ങളെ ഇനി അഭാജ്യം എന്ന് പറയാൻ പറ്റുന്നത്, അഭാജ്യമല്ല കേട്ടോ, പറയാൻ നമ്മൾക്ക് തോന്നുന്നത് 1, 13, 15. 11ന്റെ ഘടകങ്ങൾ എഴുതി നോക്കിയാൽ 1, 11 മാത്രം കിട്ടും. 13ന്റെ ഘടകങ്ങൾ എഴുതി നോക്കിയാൽ 1, 13 മാത്രം കിട്ടും. 15ന്റെ ഘടകങ്ങൾ എഴുതി നോക്കിയാൽ 1 കിട്ടും, 3 കിട്ടും, 5 കിട്ടും, 15 കിട്ടും. അപ്പോൾ ഭാജ്യസംഖ്യകൾ ഏതൊക്കെയാ? 10 ഇരട്ടയായതുകൊണ്ട് ഭാജ്യം, 12 ഇരട്ടയായതുകൊണ്ട് ഭാജ്യം, 14 ഇരട്ടയായതുകൊണ്ട് ഭാജ്യം, 15നെ 1 കൊണ്ടും 3 കൊണ്ടും 5 കൊണ്ടും 15 കൊണ്ടും ഹരിക്കാവുന്നത് കൊണ്ട് ഭാജ്യം. അപ്പോൾ അഭാജ്യസംഖ്യയായി ഇവിടെ വരുന്നത് 11ഉം 13ഉം മാത്രമാണ്. അഭാജ്യസംഖ്യകൾ എണ്ണത്തിൽ വളരെ കുറവാണ്, ഭാജ്യസംഖ്യകൾ വളരെ അധികമുണ്ട്. ഒരു ചോദ്യം കൂടി നോക്കാം. 20നും 30നും ഇടയ്ക്ക് എത്ര അഭാജ്യ പ്രൈം സംഖ്യകൾ ഉണ്ട് എന്ന് ചോദിച്ചാൽ 20നും 30നും ഇടയ്ക്കുള്ള സംഖ്യകൾ ഏതൊക്കെയാ? 21, 22, 23, 24, 25, 26, 27, 28, 29, 30. ഇതിൽ അഭാജ്യത്തിനെ കണ്ടുപിടിക്കണം. എല്ലാ ഇരട്ടയും ഭാജ്യമാണെന്ന് അറിയാലോ. ഭാജ്യം, 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 ഭാജ്യം. ഇനി 21ന്റെ ഘടകങ്ങൾ 1, 3, 7, 21. ഭാജ്യം. 23, 1, 23 മാത്രം. അതുകൊണ്ട് ഇത് അഭാജ്യം പ്രൈം. 25നെ 5 കൊണ്ട് ഹരിക്കാം, അതുകൊണ്ട് ഭാജ്യം. 27നെ 3 കൊണ്ട് ഹരിക്കാം, ഭാജ്യം. 29നെ ഹരിക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ 20നും 30നും ഇടയ്ക്ക് 2 അഭാജ്യസംഖ്യകളേ ഉള്ളൂ. അത് 23ഉം 29ഉമാണ്. ബാക്കി എല്ലാത്തിനും 2ൽ കൂടുതൽ ഘടകങ്ങളുണ്ട്. അപ്പോൾ ഭാജ്യസംഖ്യകൾ എന്താണ്, അഭാജ്യസംഖ്യകൾ എന്താണ് എന്ന് എല്ലാവർക്കും മനസ്സിലാക്കിയിട്ടുണ്ടാകും. ഇതാണ് കഴിഞ്ഞ ഞായറാഴ്ച ക്ലാസ്സിൽ നിങ്ങളെ പഠിപ്പിച്ചിട്ടുള്ള കാര്യം. പഠിച്ചവർക്കൊന്ന് റിവൈസ് ചെയ്യാനും പഠിക്കാത്തവർക്ക് പഠിക്കാനും വേണ്ടിയാണ് ഈ ക്ലാസ്. ഓക്കെ, താങ്ക് യു. നാളത്തെ ക്ലാസ്, നാളെ ഞായറാഴ്ച ആയതുകൊണ്ട് സർക്കാർ ലീവൊന്നും പ്രഖ്യാപിക്കുമെന്ന് തോന്നുന്നില്ല. ഒരു കുട്ടിയും ആബ്സെൻ്റ് ആവരുത്. എല്ലാവരും തന്നെ 2 മണിക്ക് ക്ലാസ്സിലെത്തണം. ഓക്കെ, താങ്ക് യു.